ഹായ് എവരി വൺ, വെൽക്കം ടു ട്രേഡ് വിത്ത് വിഷ്യ. ഇന്ന് ബിഗിനിങ്ങിലായിട്ടുള്ള ആളുകൾ, അതായത് ക്രിപ്റ്റോ കറൻസിയിൽ ബിഗിനേഴ്സായി വന്ന ആളുകൾക്കുള്ള ഒരുപാട് ഡൗട്ട്സാണ് എങ്ങനെ ബൈനാൻസിൽ നമുക്ക് USDT വാങ്ങാം വിൽക്കാം എന്നുള്ളത്. കാരണം ഇന്ത്യൻ എക്സ്ചേഞ്ച് യൂസ് ചെയ്ത ആളുകൾക്ക് വളരെ സിമ്പിളായിരിക്കും, നമുക്ക് പെട്ടെന്ന് ഗൂഗിൾ പേ അയച്ചൊക്കെ എടുക്കാൻ പറ്റും. പക്ഷേ ബൈനാൻസിലേക്ക് വരുന്ന സമയത്ത് P2P എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ് വരുന്നത്. അതായത് P2P എന്ന് പറയുമ്പോൾ പേഴ്സൺ ടു പേഴ്സൺ, അതായത് ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് കൈമാറ്റം ചെയ്യുന്നതിനാണ് പേഴ്സൺ ടു പേഴ്സൺ എന്ന് പറയുന്നത് P2P എന്ന് പറയുന്നത്, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ. അപ്പോൾ ഒരു ബിഗിനർക്ക് ഏറ്റവും കൂടുതൽ ഡൗട്ടാണ് ഇത് എങ്ങനെ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ ബൈനാൻസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ നിങ്ങൾ കാണാൻ പറ്റും. ലെഫ്റ്റ് സൈഡ് മെനു ബാറിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഏറ്റവും താഴെയായിട്ട് നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും? ബൈനാൻസ് ലൈറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. ബൈനാൻസ് ലൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ബിഗിനറെ സംബന്ധിച്ച് സിമ്പിളായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ വ്യൂ, ഹോം പേജുകളെല്ലാം മാറും. ഒരു ബിഗിനർക്കാണ് ബൈനാൻസ് ലൈറ്റ് എന്ന് പറയുന്നത്. പെട്ടെന്ന് നമുക്ക് അവിടെ ഏതൊക്കെ ക്രിപ്റ്റോ കറൻസികൾ ലിസ്റ്റഡ് ആയിട്ടുള്ള കോയിൻസ് എല്ലാം നമുക്ക് കാണാൻ പറ്റും. ഓരോ കോയിൻസ്, അതിൻ്റെ പ്രൈസ് എത്ര പെർസെൻറ്റേജ് ഇന്ന് ഡൗൺ വന്നിട്ടുണ്ട്, അപ്പായിട്ടുണ്ട് എന്നുള്ള എല്ലാ ഡീറ്റെയിൽസും ഇവിടെ കാണാൻ പറ്റും. ദെൻ നിങ്ങൾക്ക് അവിടെ ആഡ് ഫണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്രിപ്റ്റോ കറൻസി ഡെപ്പോസിറ്റ് ചെയ്യണമെങ്കിൽ, അതായത് ബൈനാൻസിലേക്ക് നിങ്ങൾക്ക് പണം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഡെപ്പോസിറ്റ് ക്രിപ്റ്റോ ഉണ്ട്. ഒരു മോഡാണ് ഡെപ്പോസിറ്റ് ക്രിപ്റ്റോ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ട്രെൻഡിങ് ആയിട്ടുള്ള ഈ കറൻസികളെല്ലാം നിങ്ങൾക്ക് ഡെപ്പോസിറ്റ് ചെയ്യാം. ഇപ്പോൾ വേറെ വ്യക്തിയുടെ കയ്യിൽ ക്രിപ്റ്റോ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ട്രാൻസ്ഫർ ചെയ്ത് വാങ്ങണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ എനിക്ക് വേണ്ടത് USDT ആണെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ USDT ക്ലിക്ക് ചെയ്യുന്നു. USDT ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ USDT ഏത് നെറ്റ്വർക്കിലാണ്, ഏത് കോൺട്രാക്റ്റിലാണ് വർക്ക് ചെയ്യുന്നത്, ഏത് കോൺട്രാക്റ്റിലാണ് വർക്ക് ചെയ്യുന്നത് കാണാൻ പറ്റും. അവിടെ ട്രോൺ എന്ന് പറയുന്ന TRC20 കോൺട്രാക്റ്റ് ഉണ്ട്, BNB സ്മാർട്ട് ചെയിൻ ഉണ്ട്, ആപ്റ്റോസ് ഉണ്ട്, എതേറിയം ഉണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ എനിക്കൊരു 100 USDT വേണം. 100 USDT വേണം സമയത്ത് ഞാൻ A എന്ന് പറയുന്ന വ്യക്തി, വേറെ B എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം നമ്മുടെ ഫ്രണ്ട് സുഹൃത്തിൻ്റെ നിന്ന് വാങ്ങുന്ന സമയത്ത് നമ്മൾ അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് ട്രോൺ ആണെങ്കിൽ, അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള കോൺട്രാക്റ്റ് USDT കോൺട്രാക്റ്റ് ട്രോൺ ആണെങ്കിൽ നമ്മൾ ട്രോണിൻ്റെ അഡ്രസ്സാണ് കൊടുക്കേണ്ടത്. ചില ആളുകൾ നമ്മൾ വാട്സാപ്പ് ചോദിക്കുമ്പോൾ USDT എനിക്ക് അയച്ചു തരൂ, ട്രോൺ കോൺട്രാക്റ്റ് അയച്ചു തരുമോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ട്രോൺ കോൺട്രാക്റ്റ് ചെയ്യേണ്ടത്. ചില ആളുകൾക്ക് USDT ഉണ്ടാവുന്നതും എതേറിയം കോൺട്രാക്റ്റിലായിരിക്കും. അപ്പോൾ ഇത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. വേറെ കോൺട്രാക്റ്റിലാണെങ്കിൽ അത് എററായി മാറും. അവർ തരുന്ന ട്രോൺ കോൺട്രാക്റ്റ് നമ്മൾ അയക്കുന്ന എതേറിയം ആണെങ്കിൽ അത് ക്യാൻസലായിട്ട് പോകും. അപ്പോൾ അങ്ങനത്തെ എറർ വരുത്താതിരിക്കുക. വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. നമ്മളൊരാൾക്ക് USDT ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഏത് നെറ്റ്വർക്കാണെന്ന് ചോദിക്കുക. അവർ അയക്കുന്ന സമയത്ത് ഏത് നെറ്റ്വർക്കാണെന്ന് ചോദിച്ചാൽ മതി. ഒരു ട്രോൺ ആണെങ്കിൽ നമ്മൾ ട്രോണിൻ്റെ ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഓട്ടോമാറ്റിക് ഒരു QR കോഡും കാര്യങ്ങളും കാണും. നമ്മൾ ഈ QR കോഡും എടുക്കുക. നമ്മൾ എന്ത് ചെയ്യാം? ഇത് സേവ് ആൻഡ് ഷെയർ അഡ്രസ്സ് നമുക്കിത് എടുത്തു കഴിഞ്ഞാൽ നേരെ വാട്സാപ്പിലോട്ടോ ഇൻസ്റ്റാഗ്രാമിലോ ആർക്കോ പ്രൈവറ്റായിട്ട് മെസ്സേജ് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഓട്ടോമാറ്റിക് നമ്മൾ ഈ കോഡും ഈ പറയുന്ന ഡെപ്പോസിറ്റ് അഡ്രസ്സും നമ്മൾ കോപ്പി ചെയ്ത് അവർക്ക് വാട്സാപ്പിലൂടെയോ അല്ലെങ്കിൽ നമ്മൾ അയച്ചു കൊടുത്തു. അങ്ങനെ അയച്ചു കൊടുക്കുമ്പോൾ ഇനി അവരെങ്ങനെയാണ് നമുക്ക് ഇതിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഈ സാധനം എന്താണ് ഒരു വ്യക്തിക്ക് അയച്ചു കൊടുക്കുന്ന സമയത്ത് അവരേൽ ഉണ്ടായിരുന്ന എന്താണ് USDT, ഈ അഡ്രസ്സുകളാണ് എന്താണ് അവരേൽ ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ അവരെ സംബന്ധിച്ച് അഡ്രസ്സ് കിട്ടി. ഇനി അവർക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അവർക്കിനി ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ അവർക്ക് QR കോഡ് അയച്ചു കൊടുത്തിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഒരു വ്യക്തി ട്രാൻസ്ഫർ ആണ് ചെയ്യുന്നുണ്ടെങ്കിൽ, എൻ്റെ കയ്യിലുള്ള USDT ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ സെയിം അതേപോലെ തന്നെ അവരെന്ത് ചെയ്യുന്നു, P2P പോയിട്ട് അവർക്ക് വിത്ഡ്രോയിൽ പോയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ സെർച്ച് ചെയ്യാൻ പറ്റും. വിത്ഡ്രോ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആ വിത്ഡ്രോ എന്ന് പറയുന്ന ഓപ്ഷനിൽ പോയിട്ട് ഡയറക്റ്റായിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ്. അപ്പോൾ നമ്മൾ അഡ്രസ്സ് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർക്കിനി ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ അഡ്രസ്സ് അയച്ചു കൊടുത്തു. അപ്പോൾ നമ്മൾ നേരെ പോർട്ട്ഫോളിയോയിൽ പോയി കഴിഞ്ഞാൽ അവിടെ ടേക്ക് ഔട്ട് എന്ന് കാണാൻ പറ്റും. ഈ ടേക്ക് ഔട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ വിത്ഡ്രോ എന്ന് കാണുന്നുണ്ടോ, സെൻഡ് ക്രിപ്റ്റോ അഡ്രസ് ടു ക്രിപ്റ്റോ നെറ്റ്വർക്ക്, അതായത് നമുക്ക് ഇതിനുള്ള കോയിൻ വിത്ഡ്രോ ചെയ്യാൻ പറ്റും. വിത്ഡ്രോ ചെയ്യണമെങ്കിൽ നമ്മൾ നേരെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കാണും എൻ്റെ ഇപ്പോൾ 4305 രൂപ INR തുല്യമായിട്ടുള്ള 50 USDT കയ്യിലുണ്ട്. ഞാൻ ക്ലിക്ക് ചെയ്തു. അവർ ഏത് അഡ്രസ്സാണ് അയച്ചു തന്നത്, ഇപ്പോൾ ഒരു അഡ്രസ്സ് നമ്മൾ സുഹൃത്ത് അയച്ചു തന്നെങ്കിൽ അഡ്രസ്സ് ഇവിടെ കോപ്പി ചെയ്യുക. നെറ്റ്വർക്ക് ഞാൻ പറഞ്ഞ പോലെ ട്രോൺ ആണെങ്കിൽ ട്രോൺ സെലക്ട് ചെയ്യുക. എത്രയുണ്ട് മാക്സിമം ആക്കുക, വിത്ഡ്രോ കൊടുക്കുക. ഇങ്ങനെ വിത്ഡ്രോ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെയിലിലേക്ക് ഒരു OTP വരും, നിങ്ങളുടെ ഫോണിലേക്ക് ഒരു വെരിഫിക്കേഷൻ വരും. ആ വെരിഫിക്കേഷൻ രണ്ടും കൊടുക്കുക. ഒന്ന് മെയിലിലാണ് വരിക, ഒന്ന് ഗൂഗിൾ ഒതൻറ്റിക്കേറ്റർ എന്ന് പറഞ്ഞിട്ടൊരു ആപ്ലിക്കേഷൻ വരും. അതിൽ നിങ്ങൾക്ക് അതിൽ OTP കിട്ടും. ആ OTP വെച്ചുകൊണ്ട് നിങ്ങൾക്ക് വിത്ഡ്രോ കൊടുക്കാം. ഓട്ടോമാറ്റിക് ഈ കോഡ് തന്ന ആളിലേക്ക് ക്രിപ്റ്റോ ട്രാൻസ്ഫർ ആയിട്ട് കൊടുക്കാൻ പറ്റും. ഇത് ക്രിപ്റ്റോ ടു ക്രിപ്റ്റോ, അതായത് ക്രിപ്റ്റോ കറൻസി ഒരു എക്സ്ചേഞ്ചിൽ നിന്ന് മറ്റൊരു എക്സ്ചേഞ്ചിലേക്ക്, ഏത് എക്സ്ചേഞ്ചിലേക്ക് അയക്കാനുള്ള ഫോർമാറ്റാണ്. ഇനി നിങ്ങളുടെ അക്കൗണ്ടിലേക്ക്, ബാങ്കിലേക്കാണ് പൈസ വേണ്ടതെന്നുണ്ടെങ്കിൽ അവിടെ P2P എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ നേരെ ഇതിലേക്ക് P2P പോവുകയാണ്. ബൈനാൻസ് പ്രോ എടുത്തു. P2P പല ആളുകൾക്കുള്ള ഡൗട്ടാണ് P2P എങ്ങനെ ചെയ്യണം എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരെ ബൈനാൻസ് പ്രോ എടുത്തു കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇവിടെ ഏറ്റവും മുകളിൽ ഓവർവ്യൂ, ഫണ്ടിങ്, സ്പോട്ട്, ഏൺ, ഫ്യൂച്ചർ. അപ്പോൾ ചില ആളുകളുടെ പൈസ അവിടെ സ്പോട്ടിലായിരിക്കും ഉണ്ടാവുക, ചിലത് ഫണ്ടിങ്ങിലുണ്ടാവും. നമ്മൾ ഫണ്ടിങ്ങിലാണ് USDT വരേണ്ടത്. നമ്മൾ ഇപ്പോൾ കിടക്കുന്ന ഫണ്ട് USDT $50 കിടക്കുന്നുണ്ട്. ഞാനിവിടെ നിന്ന് എന്ത് ചെയ്തു, നേരെ അത് ക്ലിക്ക് ചെയ്യുന്നുണ്ട്. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക് അവിടെ P2P ട്രേഡിംഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ പറ്റും. 50 USDT P2P ട്രേഡിംഗ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ
നിങ്ങൾക്ക് അവിടെ ഒരുപാട് ആളുകൾ ക്രിപ്റ്റോ USDT ബൈ ചെയ്യാനുള്ള ആളുകൾ ഇവിടെ ഉണ്ട്, അതുപോലെ സെല്ല് ചെയ്യാനുള്ള ആളുകൾ ഇവിടെ ഉണ്ട്. ഇതിനാണ് P2P എന്ന് പറയുന്നത്. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള USDT എനിക്ക് സെല്ല് ചെയ്യണം. അപ്പോൾ സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഓർഡർ കൊടുത്തത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, എൻ്റെ കയ്യിലുള്ള സെൽ ഓർഡർ കൊടുത്തു. സെൽ ഓർഡർ കൊടുത്തപ്പോൾ ഓരോ ആളുകൾ, ഇപ്പോൾ ലെഡ്ജർ ടവർ 85 രൂപയ്ക്കാണെന്ന് USDT കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഒരു വ്യക്തി 89 രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട്, ഒരാൾ 89. അവിടെ കാണുന്നുണ്ട് 85 രൂപയ്ക്ക് കൊടുക്കുന്ന USDT താഴെ 10,000 മുതൽ 37 ലക്ഷത്തിൻ്റെ സംതിങ് ആണ് അദ്ദേഹം USDT അവൈലബിൾ ആയിട്ട് ആളുടെ കയ്യിലുള്ളത്. അടുത്ത ആളുടെ ഏകദേശം 10,000 മുതൽ 10,000 വരെ. അപ്പോൾ ഞാൻ ഏകദേശം എൻ്റെ 50 USDT ആണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ഫിൽറ്റർ ചെയ്യാൻ പറ്റും. ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ ഏകദേശം 5,000 ആണെങ്കിൽ ഞാൻ 5,000 അടിച്ചു കൊടുത്താൽ കണ്ടില്ലേ, ഏകദേശം 5,000 മുതലുള്ള ആളുകൾ അവൈലബിൾ ആയിട്ട് അവിടെ കാണാൻ പറ്റും. ഞാനൊരു 4,000 കൊടുക്കുന്നു. അപ്പോൾ 4,000 മുതൽ 7,941 ഇതുവരെ കൊടുക്കുന്ന 88 USDT റേറ്റിലാണ് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ അതന്നെ സെലക്ട് ചെയ്യാണ്. അവർ ഏതൊക്കെ പേയ്മെൻറ്റ് മെത്തേഡാണ് അവർ യൂസ് ചെയ്യുന്നത്, ഫോൺ പേ, ഗൂഗിൾ പേ, UPI, ഈ ഭാഗങ്ങളെല്ലാം അവർ കാണാൻ പറ്റും. ഞാൻ നേരെ സെല്ല് കൊടുക്കുന്നു. സെല്ല് കൊടുക്കുന്ന സമയത്ത് എനിക്ക് 4,000 USDT ഉണ്ട്. ഞാൻ ഓള് കൊടുത്തു. എൻ്റെ 50 USDT ഞാൻ സെല്ല് ചെയ്യാൻ പോവാണ്. 4,450 UPI, എൻ്റെ ഏതാണോ UPI അഡ്രസ്സ് ഞാൻ സെലക്ട് ചെയ്യുകയാണ്. എനിക്ക് ഈ UPI അഡ്രസ്സിലേക്കാണ് വേണ്ടത്, ഫെഡറലിൻ്റെ UPI അഡ്രസ്സിലേക്കാണ് എനിക്ക് വേണ്ടത്. ആ UPI അഡ്രസ്സ് ഞാൻ കൊടുത്തു. UPI അഡ്രസ്സ് കൊടുത്തതിന് ശേഷം ഇനിയിപ്പോൾ വേണമെങ്കിൽ എനിക്ക് വേണമെങ്കിൽ IMBS വേണമെങ്കിൽ IMBS സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ UPI ഫെഡറലിൻ്റെ UPI ആണ് കൊടുത്തത്. അത് കൊടുത്ത ശേഷം ഞാൻ നേരെ എന്ത് ചെയ്തു, എൻ്റെ ഓർഡർ പ്ലേസ് ചെയ്യാണ്. ഓർഡർ ഞാൻ പ്ലേസ് ചെയ്യാണ്. എനിക്കത് USDT സെല്ല് ചെയ്യണം. അതിനുള്ള 50 USDT സെല്ല് ചെയ്യണം. 88 രൂപ പ്രകാരം 50 USDT സെല്ല് ചെയ്യുമ്പോൾ 4,450 കിട്ടുക. ഓട്ടോമാറ്റിക് അവർ P2P ആയതുകൊണ്ട് അവിടെ നിന്ന് ചാറ്റ് നമുക്ക് മെസ്സേജ് വരും. ചാറ്റ് മെസ്സേജിൽ അവർ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. സെൻഡ് മീ UPI QR കോഡ് സ്കാനർ. നമ്മൾ അയച്ച UPIൻ്റെ QR കോഡ് സ്കാൻ ചെയ്ത് അയക്കാനാണ് അവർ പറയുന്നത്. കാരണം അവർക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അവർ പറയുന്നത്. ഈ ചാറ്റിൽ വരുന്ന ഇൻസ്ട്രക്ഷൻ നമ്മൾ കീപ്പ് ചെയ്യണം. കാരണം അപ്പുറത്തിരിക്കുന്ന വ്യക്തി ആരെന്ന് നമുക്കറിയില്ല. അവർ ചാറ്റ് ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻ നമ്മൾ കീപ്പ് ചെയ്യണം. ഞാൻ എൻ്റെ ഫെഡറൽ ബാങ്കിലേക്ക് പോയി. ഫെഡറൽ ബാങ്കിൽ പോയിട്ട് ആ UPIയുടെ കോൺടാക്റ്റ് അഡ്രസ്സ് ഞാൻ എടുക്കണം. നിങ്ങളുടെ ഏതാണ്, ഗൂഗിൾ പേ ആണെങ്കിൽ ഗൂഗിൾ പേയുടെ എടുക്കുക, ഫോൺ പേ ആണെങ്കിൽ ഫോൺ പേ എടുക്കുക. അതിൻ്റെ QR കോഡ് അവർക്ക് അയച്ചു കൊടുത്താലേ അവർക്ക് വെരിഫൈഡ് ആയിട്ട് കിട്ടുള്ളൂ. ഞാൻ എൻ്റെ നേരെ QR കോഡ് ഇവിടെ എടുത്ത് വ്യൂ പ്രൊഫൈലിൽ പോയി. അപ്പോൾ നേരത്തെ ചെയ്യേണ്ടവർ ആ QR കോഡ് ഓൾറെഡി ഡൗൺലോഡ് വെച്ച് എളുപ്പമായിരിക്കും. ഞാൻ വീഡിയോസിന് വേണ്ടിയിട്ടാണ് ഡയറക്റ്റ് ലൈവായിട്ട് കാണിക്കുന്നത്. ദെൻ മാർക്കറ്റിൽ എടുത്ത ശേഷം ലോഡിങ്ങിലാണ്. അപ്പോൾ മുകളിൽ സെക്കൻഡ്സ് ഇവിടെ 4 മിനിറ്റ് 10 മിനിറ്റ് സംതിങ് കാണിക്കുന്നുണ്ട്. 10 സെക്കൻഡ് കാണിക്കും. ഈ ടൈമിനുള്ളിൽ നമ്മളിത് പ്രോസസ്സ് കംപ്ലീറ്റ് ആണ്, അല്ലെങ്കിൽ അവിടെ റിക്വസ്റ്റ് വന്നുകൊണ്ടിരിക്കും. നെറ്റ് ടു മച്ച് സ്ലോ, നെറ്റ് ഭയങ്കരമായിട്ട് സ്ലോയിലാണ്. സെൻഡ് ടു ആൻ അക്കൗണ്ട് സമ്മറി. ദെൻ അഗെയിൻ ഞാൻ ആ പ്രൊഫൈലിൽ തന്നെ പോവുകയാണ്. ഓക്കെ, ഞാൻ എൻ്റെ അഡ്രസ്സ് കോപ്പി ചെയ്തു. റിട്ടേൺ ഓൺ ലൊക്കേഷൻ കൊടുക്കാൻ പറയുന്നുണ്ട്. ഇതാണ് എൻ്റെ QR കോഡ് വരുന്നത്. ഞാനത് ഡൗൺലോഡ് ചെയ്തു. ഡൗൺലോഡ് ചെയ്ത ശേഷം ഞാൻ എൻ്റെ UPI ID കോപ്പി ചെയ്ത് അയച്ചു കൊടുത്തു. ദെൻ ഇത് ഡൗൺലോഡ് ചെയ്ത QR കോഡ് ഗാലറിയിൽ ഉണ്ടാവും. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗാലറിയിലേക്ക് പോകാൻ പറ്റും. ഞാൻ എൻ്റെ ഗാലറിയിൽ നിന്ന് ആ UPI കോഡും അവർക്ക് അയച്ചു കൊടുത്തു. ഇപ്പോൾ QR കോഡ് ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട്. അവിടെ ചാറ്റിൽ കണ്ടോ ഈ സ്റ്റേ ഓൺലൈൻ പേയിങ്, അവർ നമുക്ക് മെസ്സേജ് അയക്കണം. നമുക്ക് മെസ്സേജ് അയക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ അയച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ, എന്താണ് എറർ, ചിലപ്പോൾ നമ്മൾ UPI അയച്ചു കിട്ടിയില്ല, അവർ പറയുന്നത് UPI എററാണ്, വേറെ UPI തരാൻ നമുക്ക് കൊടുക്കാൻ പറ്റും, അത് വരാൻ പറ്റും. എല്ലാം വെരിഫൈഡ് ആണ്. ഇതിൽ പുതിയ ബിഗിനേഴ്സ് വരുന്ന സമയത്ത് ഈ പൈസ അയച്ചാൽ കിട്ടുമോ അല്ലെങ്കിൽ അവർ അയച്ചാൽ കിട്ടുമോ എന്നുള്ള ധാരണ വരും. ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്ന എക്സ്ചേഞ്ച് ആണ്. എക്സ്ചേഞ്ച് കൺട്രോൾ ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് യാതൊരു പേടികളൊന്നുമില്ല. ചില ആളുകൾ ആധാർ കാർഡും KYCയും ചോദിക്കും, നമ്മുടെ പാൻ കാർഡിൻ്റെ ഫോട്ടോയും ചോദിക്കും, അതുപോലെ തന്നെ ആധാർ കാർഡിൻ്റെ ഫോട്ടോയും ചോദിക്കും. അത് കൊടുക്കുന്നതുകൊണ്ട് യാതൊരു വിഷയങ്ങളുമില്ല. അവർക്കത് GST അടയ്ക്കാൻ, ടാക്സ് അടയ്ക്കാൻ വേണ്ടിയുള്ള പർപ്പസിനായിട്ട് വാങ്ങുകയാണ്, ആരാണെന്ന് അറിയാൻ വേണ്ടി KYCക്ക് അത് നമുക്ക് കൊടുക്കാം. എക്സ്ചേഞ്ച് കൺട്രോൾ ചെയ്യുന്നതുകൊണ്ട് യാതൊരു പേടിയില്ല. കാരണം നമ്മുടെ എക്സ്ചേഞ്ചിൽ ഫണ്ട് ഉണ്ടെങ്കിൽ മാത്രം, $US ബാലൻസ് ഉണ്ടെങ്കിൽ മാത്രമേ P2P എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് കയറാനേ പറ്റുള്ളൂ. അപ്പോൾ അവർ നമുക്ക് ആ പൈസ അയച്ച് തന്നില്ലെങ്കിലും ഒന്ന് ഡൗട്ട് വരും. ഇപ്പോൾ കണ്ടില്ലേ, മുകളിലൊരു മെസ്സേജ് വന്നു, 4,480 രൂപ കൃത്യമായിട്ടുള്ള എമൗണ്ട് എന്താണ് നമുക്ക് ക്രെഡിറ്റ് ആയിട്ടുണ്ട്.
അതായത് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് കൊടുത്തു, കൃത്യമായിട്ട് 4540 അയച്ചു. അപ്പോൾ തന്നെ കണ്ടില്ലേ, അവർ സ്ക്രീൻഷോട്ട് നമുക്ക് അയച്ചു തന്നു. വളരെ ട്രാൻസ്പെറൻ്റ് ആണ്, വളരെ വിസിബിൾ ആണ്, അത്രയും നല്ല എക്സ്ചേഞ്ച് ആണ് ഇത് പറയുന്നത്. ഓട്ടോമാറ്റിക് ഒരു കോൾ വന്നു, പൈസ അയച്ചു എന്ന് പറഞ്ഞിട്ട് ഞാൻ കട്ട് ചെയ്യണം, വീഡിയോ എടുത്തുകൊണ്ട് കട്ട് ചെയ്യണം. ഞാനിപ്പോൾ ഇനി അവർക്ക് ആ റിക്വസ്റ്റ് പേയ്മെൻറ്റ് റിസീവ്ഡ് എന്ന് കൊടുത്തു. പേയ്മെൻറ്റ് റിസീവ് കൊടുത്തു കഴിഞ്ഞാൽ, നമ്മൾ പേയ്മെൻറ്റ് റിസീവ് കഴിഞ്ഞാൽ ഇവിടെ പേയ്മെൻറ്റ് റിസീവ്ഡ് എന്ന് കൊടുക്കണം. അപ്പോൾ ഓട്ടോമാറ്റിക് കൺഫർമേഷൻ പേയ്മെൻറ്റ് ചോദിക്കും. ഞാനിവിടെ പേയ്മെൻറ്റ് റിസീവ്ഡ് എന്ന് കാണിച്ചു. അപ്പോൾ 2 ക്വസ്റ്റ്യൻ ചോദിക്കും, നമ്മൾ പേയ്മെൻറ്റ് റിസീവ് ചെയ്തോ ഇല്ലയോ എന്ന്. അപ്പോൾ ഞാൻ ഐ ഹാവ് വെരിഫൈഡ് ദാറ്റ് ദ പേയ്മെൻറ്റ് 4480 ആസ് ബി റിസീവ്ഡ് ഫാസിൽ ഭാഷാ സൈൻ. ഓക്കെ, ഞാൻ റിസീവ്ഡ് എന്ന് കൊടുക്കുകയാണ്. കൺഫേം റിലീസ് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് എന്താണ്, അവർക്ക് ആ പേയ്മെൻറ്റ് അവർക്ക് ഈസി ആയിട്ട് പോവും. ഓട്ടോമാറ്റിക് നമ്മളിത് കൊടുക്കുന്ന സമയത്ത് വെരിഫിക്കേഷൻ ചോദിക്കും. ഒതൻറ്റിക്കേഷൻ ആപ്പ് കൊടുത്തു കഴിഞ്ഞാൽ നേരെ ഗൂഗിൾ ഒതൻറ്റിക്കേറ്റർ ഉണ്ട്. ഈ കോഡ് നമ്മൾ കൊടുക്കണം. നമ്മൾ ബൈനാൻസ് എക്സ്ചേഞ്ച് ആയതുകൊണ്ട് സെക്യൂരിറ്റി വെരിഫിക്കേഷൻ ഉണ്ട്. 991303 991303 എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. ഇമെയിൽ എടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ഇമെയിലേക്ക് ഒരു മെയിൽ വരും. ഇമെയിൽ OTP നമ്മൾ കൊടുക്കണം. ജിമെയിലിൽ പോയി കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഇമെയിൽ ഐ ഡി ഓപ്പൺ ചെയ്യുന്നു. ദെൻ ഓൾ ഇൻബോക്സ് കൊടുത്തു. P2P പേയ്മെൻറ്റ് റിലീസിൻ്റെ കണ്ടോ OTP വന്നിട്ടുണ്ട്. ബൈനാൻസ് റിലീസ് പേയ്മെൻറ്റ് 069766. ഞാൻ 2 OTP വെരിഫിക്കേഷൻ കൊടുത്തു. ഓർഡർ സക്സസ്ഫുൾ ആയി. നമ്മൾ കൊടുത്ത ഓർഡർ അവർ അപ്രൂവ് ചെയ്തു. അവർ നമുക്ക് പൈസ അയച്ചു, നമ്മൾ അവർ കൊടുത്തു. അത്രയും ട്രാൻസ്പെറൻറ്റ്, അത്രയും വിസിബിൾ. ഇതാണ് ക്രിപ്റ്റോയുടെ ബ്യൂട്ടി എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് ക്രിപ്റ്റോ കറൻസി വാങ്ങാനും വിൽക്കാനും ചെയ്യേണ്ടത്. അല്ലാതെ ഒരുപാട് ആളുകൾക്ക് ബിഗിനിങ്സ് എന്താണ്, ഇതെന്താണെന്ന് അറിയില്ല, കൺഫ്യൂഷനാണ്. കാരണം ഇത് ടെക്നിക്കലായിട്ടുള്ള ഡൗട്ട്സ് ഉള്ളതുകൊണ്ട് ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒന്നുമില്ലാത്ത ക്രിപ്റ്റോ കറൻസികൾ പോയി വാങ്ങുക, സോഫ്റ്റ്വെയർ കോയിൻ വാങ്ങുക, ഇങ്ങനത്തെ രീതി വിട്ടിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് P2P സെല്ല് ഇവിടെ ചെയ്യാൻ പറ്റും. ഓട്ടോമാറ്റിക്കലി 4400 പോയി, ഓർഡർ കംപ്ലീറ്റഡ് ആയി. നമുക്ക് ബാക്കിലോട്ട് വന്നു കഴിഞ്ഞാൽ എൻ്റെ ഫണ്ട് ബാലൻസ് എന്നത് പോയിട്ടുണ്ടാവും. ഓവർവ്യൂ ഏകദേശം എൻ്റെ ഫണ്ട് ബാലൻസ് പോയി 4000 പോയി, ബാക്കി ഇപ്പോൾ 300 രൂപയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നാണ് ഞാൻ പറഞ്ഞത്, ഫസ്റ്റോട്ട് ഒന്നും കൂടി പറയുന്നുണ്ട്. ഹോമിൽ പോകുന്നു. നമുക്ക് എന്ത് ചെയ്യണം, P2P ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ ഇവിടെ ഏതാണോ ഉള്ളത് ഫണ്ടിങ്ങിൽ പോയി കഴിഞ്ഞാൽ അവിടെ USDT ഉണ്ടെങ്കിൽ നമുക്ക് USDT ചെയ്യാൻ പറ്റും. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ P2P എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. ഈ P2P എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഓർഡേഴ്സുകൾ നമുക്ക് ഇനി ബൈ ചെയ്യണം. അപ്പോൾ വിറ്റതാണ് കാണിച്ചത്. ഇനി നമ്മൾ വാങ്ങണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ ഇവിടെ അതേപോലെ തന്നെയാണ് ഫോർമാറ്റ് വരിക. എനിക്കിപ്പോൾ 91 രൂപയ്ക്ക് USDT വാങ്ങണം, ഞാൻ ബൈ കൊടുക്കുകയാണ്. ബൈ കൊടുക്കുന്ന സമയത്ത് ഇവിടെ എത്ര രൂപയ്ക്ക് എനിക്ക് വാങ്ങണം, എൻ്റെ ഇപ്പോൾ ഒരു 1000 രൂപയേ ഉള്ളൂ. ഞാൻ 1000 രൂപയ്ക്ക് വാങ്ങുകയാണെങ്കിൽ ഞാൻ 1000 രൂപ കൊടുക്കണം. ഇവിടെ എമൗണ്ട് ഫിൽറ്റർ ചെയ്യാം. ഒരു 400 രൂപ, 400 രൂപയ്ക്ക് ഞാൻ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ബൈ ഓർഡർ കൊടുക്കുകയാണ്. അപ്പോൾ കേട്ടോ 400 രൂപയ്ക്കാണ് ലൈറ്റനിങ് UPI. ഇവർക്ക് ലൈറ്റനിങ് UPI വഴിയാണ് ചെയ്യുന്നത്. ഇവിടെ എപ്പോഴും ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ ഓർഡർ എടുക്കുമ്പോൾ ഈ റൈറ്റ് സൈഡിൽ ബൈ സെല്ല് കാണുന്ന അവിടെ തന്നെ ഒരു മേലൊരു ഭാഗം കാണിക്കും ലൈറ്റനിങ് UPI, ചിലവർ ഡിജിറ്റൽ UPI ഇങ്ങനെയാണ് കാണിക്കുക. അതായത് ആ ഓപ്ഷനിലായിരിക്കണം, ഫോർമാറ്റിലായിരിക്കണം പൈസ അയക്കേണ്ടത്. ഇപ്പോൾ ഡിജിറ്റൽ UPI എന്ന് പറഞ്ഞാൽ എല്ലാ ബാങ്കിലും ഇപ്പോൾ വന്നു തുടങ്ങിയിട്ട് ഡിജിറ്റൽ UPI ആയിട്ട് നിങ്ങൾക്ക് വാലറ്റിൽ വാങ്ങി വയ്ക്കാൻ പറ്റും. UPI എന്ന് പറയുന്നത് ഫോൺ പേ, Paytm വാലറ്റ് പോലുള്ള എല്ലാ വാലറ്റുകളും UPI പേയ്മെൻ്റ് ഉള്ള എല്ലാ വാലറ്റിനും UPI എന്ന് പറയും. ഈ UPIയിലാണെങ്കിൽ നേരെ UPIയിൽ ക്ലിക്ക് ചെയ്തു ബൈ കൊടുത്തു കഴിഞ്ഞാൽ 400 രൂപയ്ക്ക് ഞാൻ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ 400 രൂപ ഞാൻ ടൈപ്പ് ചെയ്തു, പ്ലേസ് ഓർഡർ കൊടുത്താൽ ഓർഡർ വരും. അപ്പോൾ വേറൊരു വ്യക്തി അത് അപ്രൂവൽ ചെയ്തിട്ട് നമുക്ക് അയച്ചു തരും. ഇത്രയും വളരെ സിമ്പിളായിട്ട് ട്രാൻസ്പെറൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. ദെൻ ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. നമ്മുടെ ഏത് കറൻസി ഉണ്ടെങ്കിലും നമുക്ക് ഒരു വാലറ്റിൽ നിന്ന് മറ്റേ വാലറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയുന്നതാണ്. ഇപ്പോൾ എക്സാമ്പിൾ സ്പോട്ട് വാലറ്റ്, ഫണ്ടിങ് എല്ലാം ഉണ്ട്. സ്പോട്ട് വാലറ്റ് നമ്മൾ ട്രേഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന വാലറ്റാണ്. നമ്മുടെ ഇപ്പോൾ ഒരു 10,000 USDT ഉണ്ടെങ്കിൽ 10,000 USDTയിൽ ഒരു 5,000 USDT സ്പോട്ട് വാലറ്റ് ഇട്ട് കഴിഞ്ഞാൽ ആ സ്പോട്ട് വാലറ്റിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ട്രേഡ് ചെയ്യാൻ പറ്റും. ഫണ്ടിങ് വാലറ്റിലാകുമ്പോൾ നിങ്ങൾക്ക് ഫണ്ടിങ് വാലറ്റിൽ നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും. നമുക്കത് P2P ചെയ്യാനും ബൈ ചെയ്യാനും സെൽ ചെയ്യാനും എല്ലാം കഴിയുന്ന ഒരു സംഭവമാണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഈ വീഡിയോ കൃത്യമായിട്ട് കാണുക. ഡൗട്ടുള്ളവർ പ്രീവിയസ് ആയിട്ട് ബാക്ക് അടിച്ച് സ്ലോലി വീഡിയോ കാണാം. കംപ്ലീറ്റ്ലി ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ P2P ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് വീഡിയോ ക്രിപ്റ്റോ കറൻസി എങ്ങനെ ബൈ ചെയ്യാം, സെൽ ചെയ്യാം എന്നുള്ള ഓരോരോ ഫോർമാറ്റായിട്ട് വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. എല്ലാവരും വീഡിയോ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്താണ് ഡൗട്ട്സ് എന്നുള്ള കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇതിൽ ഡൗട്ട്സ് ഉള്ള കാര്യങ്ങൾ കമൻറ്റ് ചെയ്താൽ ആ കമൻറ്റിനനുസരിച്ച് ഞാൻ എന്ത് ചെയ്യാം, പുതിയ വീഡിയോസ് നിങ്ങൾക്ക് പുതിയ ആളുകൾക്ക് വേണ്ടി അപ്ലോഡ് ചെയ്യുന്നതാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്.